ഓപ്പൺ ചെയ്തതും. ഇൻഡസ്ട്രിയിൽ വന്നപ്പം മുതൽ ആ 4 പേരുടെ കാര്യം കേൾക്കുന്ന ആ 4 പേരാരാന്നറിയില്ല സാർ. ആ 4 പേരെ അറിയാത്തവരാരാ ഈ നാട്ടിലുള്ളത്? ലാൽ മീഡിയ, ചലച്ചിത്ര, ടീം സ്റ്റുഡിയോ, പിന്നെ ഉള്ളത് വിസ്മയ സ്റ്റുഡിയോ സാർ. അങ്ങനെയാണെങ്കിൽ 4 പേരെയും കൈകൂപ്പി തൊഴണം. തിയേറ്റർ തരാത്തേനോ? അല്ല സാർ, തിയേറ്റേഴ്സ് കല്യാണ മണ്ഡപമായി പോകാതെ സംരക്ഷിക്കുന്നു സാർ. ഒരു പെണ്ണ് സാർ. പിന്നൊന്നും പറയാനില്ല, നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ട് പാനിന്റെ ലെവലിൽ കയറില്ലേ? ബാഹുബലി എന്റെ കിട്ടിയില്ല, അല്ലെങ്കിൽ വേറെ ലെവലാക്കിയനെ. ഫേസ്ബുക്കിൽ ട്വിറ്ററിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തോ? നിങ്ങൾ ഒരു പെൺകുട്ടിയെ കൊന്നിട്ട് ഒളിവിൽ പോയെന്ന്. ആ മർഡർ ചെയ്ത് ഞങ്ങളല്ല. സിനിമക്കാര് പണത്തിന് വേണ്ടി എന്തു ചെയ്യുന്നുള്ളത് നിന്റെ വിവരക്കേടാ. സിനിമയാണ് എന്റെ ജീവിതം, സിനിമയാണ് എന്റെ ശ്വാസം, സിനിമയാണ് എന്റെ ലോകം. സിനിമയെ മാത്രമേ വിശ്വാസമുള്ളൂ. ഹീറോയിൻ ആകാൻ ട്രൈ ചെയ്യുന്നുള്ളൂ, ഇതുവരെ ഹീറോയിൻ ആയിട്ടില്ല. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ജിതിൻ രാജ് ആണെങ്കിലും ദിനേശ് ആണെങ്കിലും ജോസ് മാത്യു ആണെങ്കിലും എന്തിന് തിയേറ്റർ തരാതിരിക്കണം സാർ? മര്യാദയ്ക്ക് പറയാ, പുറത്ത് വന്ന് സറണ്ടർ ആയിക്കോ. പിന്നെയും ഞങ്ങൾ മാന്യമായിട്ട് പറയാ, നിങ്ങൾ മാന്യമായിട്ട് പുറത്ത് തന്നെ നിൽക്കുക, ഞങ്ങൾ മാന്യമായിട്ട് അകത്ത് നിന്നോളാം. അവനവന്റെ മാന്യത അവനവൻ സൂക്ഷിക്കാം.